Hello dears, welcome back to ISK Essay English. Hello dear students. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ പേപ്പറിൽ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റ് ആണ്. ബാരിയേഴ്സ് ടു ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഫലപ്രദമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനുള്ള തടസ്സങ്ങൾ. എന്തെല്ലാം തടസ്സങ്ങളാണ് കമ്മ്യൂണിക്കേഷൻ ഫലപ്രദമാവുന്നതിന് തടസ്സങ്ങളായിട്ട് വരുന്നത്, അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് അതിന് ഫലപ്രദമാവുന്നതിന് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ ബാരിയേഴ്സ് നമ്മൾ 4 നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫിസിക്കൽ ബാരിയേഴ്സ് പറഞ്ഞു, ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്, സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, ലിംഗ്വിസ്റ്റിക് ഓർ സെമാൻറ്റിക് ബാരിയേഴ്സ്. ഇത്രയാണ് നമ്മൾ പറഞ്ഞത് 4. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാമത്തെയാണ്, പെർസെപ്ച്വൽ ബാരിയേഴ്സ് എന്നുള്ളതാണ്. എന്താണ് പെർസെപ്ച്വൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പെർസെപ്ച്വൽ ബാരിയേഴ്സ് ആർ ദോസ് obstacles that arise in communication as a result of different perceptions on the sender and receiver. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഉൾക്കൊള്ളുന്നത് 2 വ്യക്തികളാണ് കുറഞ്ഞത്, അല്ലേ? നമുക്കറിയാം റിസീവറും അതുപോലെ തന്നെ സെൻഡറും റിസീവറും. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ 2 വ്യക്തികൾ, ഇവർ 2 പേരും എല്ലാ നിലക്കും 2 ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ 2 പേരുടെയും ധാരണ എന്ന് പറയുന്നത്, ചിന്ത എന്ന് പറയുന്നത് രണ്ടും 2 തരത്തിലാണ്. അപ്പോൾ പെർസെപ്ച്വൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ 2 പേരുടെയും ധാരണയിൽ, ചിന്തയിൽ, പെർസെപ്ഷനിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ് 2 വ്യക്തികളുടെ ചിന്തകൾ 2 തരത്തിലാകുന്നത്? ഒരൊറ്റടിക്ക് നമുക്ക് പറയാൻ പറ്റും 2 ആളുകളായതുകൊണ്ടാണെന്ന്. മാത്രമല്ല അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ നോക്കൂ, എഡ്യൂക്കേഷൻ, ഒക്യുപ്പേഷൻ, ഏജ്, ഇതുപോലെയുള്ള ഈ ഘടകങ്ങളെല്ലാം ക്യാൻ ബി പെർസെപ്ച്വൽ ബാരിയേഴ്സ്. അപ്പോൾ ഇവയെല്ലാം പെർസെപ്ച്വൽ ബാരിയേഴ്സ് ആവാം. അതായത് 1ാമത്തെ ഘടകം തന്നെ എഡ്യൂക്കേഷൻ. അതായത് എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസമുള്ള ആളുകളും, ഇപ്പോൾ വിദ്യാഭ്യാസം കൂടിയ ആളുകളുണ്ടാവും, കുറഞ്ഞ ആളുകളുണ്ടാവും. അപ്പോൾ വിദ്യാഭ്യാസം കൂടിയ ആളുകളും കുറഞ്ഞ ആളുകളും, അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസമുള്ള ആളുകളും ചിന്തിക്കുന്നത് ഒരുപോലെ ആവും? അല്ല, വ്യത്യാസം ഉണ്ടാവും, അല്ലേ? അതുപോലെ തന്നെ ഒക്യുപ്പേഷൻ, ജോലി. നമുക്കറിയാം വിദ്യാഭ്യാസം അനുസരിച്ചും ജോലി അനുസരിച്ചും ആളുകളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ അടുത്ത ഘടകമാണ് ഏജ്. അപ്പോൾ പെർസെപ്ഷനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ, ഒരു വ്യക്തിയുടെ ധാരണയ്ക്ക് പെർസെപ്ഷന് അടിസ്ഥാനമായിരിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ഏജ്, ഒക്യുപ്പേഷൻ, ഇതൊക്കെ ഒരു വ്യക്തിയുടെ പെർസെപ്ഷനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്. ഫോർ ഇൻസ്റ്റൻസ്, എക്സാമ്പിൾ, ദർ ഈസ് എ നോഷൻ ഇൻ ദ സൊസൈറ്റി ദാറ്റ് people with formal educational qualification are more intelligent than others. അതായത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ മറ്റുള്ള സാധാരണക്കാരെക്കാൾ കൂടുതൽ ബുദ്ധിയുള്ളവരായിരിക്കും എന്നൊരു ധാരണ പൊതുവെ സമൂഹത്തിലുണ്ട്. ആ ധാരണ തെറ്റോ ശരിയോ ആവാം. എന്തായി കഴിഞ്ഞാലും അത്തരം ഒരു ധാരണ സൊസൈറ്റിയിലുണ്ട്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ പെട്ടെന്ന് കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യും, അല്ലെങ്കിൽ അവർ പെട്ടെന്ന് അത് ഗ്രഹിച്ചെടുക്കും, മനസ്സിലാക്കും. വെൻ പീപ്പിൾ കമ്മ്യൂണിക്കേറ്റ്, ആളുകൾ ആശയവിനിമയം നടത്തുമ്പോൾ അല്ലെങ്കിൽ ആളുകൾ സംസാരിക്കുമ്പോൾ, ദീസ് കൺസിഡറേഷൻസ് വുഡ് ക്രിയേറ്റ് a prejudice in their minds which can affect the quality of communication. അപ്പോൾ ആശയവിനിമയം നടക്കുമ്പോൾ ഈ ചിന്ത ആളുകളുടെ മനസ്സിലുണ്ടായിരിക്കും. ഇത് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആകുന്നതിനെ അഫക്റ്റ് ചെയ്യും. ഇപ്പം ഞാൻ സംസാരിക്കുകയാണെങ്കിൽ, ഞാൻ അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള, അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളോടാണ് സംസാരിക്കുന്നതെങ്കിൽ എൻ്റെ മനസ്സിൽ ഓൾറെഡി ആ ധാരണ ഉണ്ടാവും, അയ്യോ ഈ ആളോട് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. കാരണം ഞാൻ സംസാരിക്കുന്നതിന് മുൻപ് തന്നെ, ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടി ചെല്ലുകയാണ്,
ഞാൻ ചെല്ലുന്ന സമയത്ത് ഞാൻ അവിടെ കാണുന്നത് ഒരു പ്രായമുള്ള ആളെയാണ്, ഒരു കാരണവരെയാണ് ഞാൻ കാണുന്നത്. അത്തരമൊരു കാരണവരെ കാണുമ്പോൾ തന്നെ ഞാൻ ഡള്ളാവും. അയ്യോ, ഈ മനുഷ്യനാ, ഇയാളോട് ഞാൻ സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് എന്തായിരിക്കും, സംസാരിക്കാതെ തിരിച്ചു പോരായിരിക്കും. രണ്ട് കാരണമാണ്. ഒന്ന് അയാളുടെ ഏജ്, മറ്റൊന്ന് അയാളുടെ എഡ്യൂക്കേഷൻ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും, ഏജ് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, ഈ രണ്ട് കാര്യങ്ങളുമാണ് എന്ത് ചെയ്യുന്നത്, പെർസെപ്ഷനെ നിർണ്ണയിക്കുന്നത്. അപ്പോ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് തടസ്സമായിട്ട് വരുന്ന, ബാരിയർ ആയിട്ട് വരുന്ന അടുത്ത ഒരു അഞ്ചാമത്തെ ഘടകമാണ് ഇത്, പെർസെപ്ച്വൽ ബാരിയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്താപരമായിട്ടുള്ള, യുക്തി ധാരണപരമായിട്ടുള്ള കാര്യങ്ങൾ. അടുത്തത് കൾച്ചറൽ ബാരിയേഴ്സ് ആണ്, സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദോസ് കൾച്ചറൽ ഡിഫറൻസസ് വിച്ച് ക്യാൻ പോസ് ഒബ്സ്റ്റക്കിൾസ് ടു കമ്മ്യൂണിക്കേഷൻ. അതായത് സംസ്കാരത്തിലെ വ്യത്യാസങ്ങൾ, വൈജാത്യങ്ങൾ, വൈവിധ്യങ്ങൾ, വ്യത്യാസങ്ങൾ, സാംസ്കാരിക വ്യത്യാസങ്ങൾ, ഈ വ്യത്യാസങ്ങൾ കമ്മ്യൂണിക്കേഷന്, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് ഒരു വെല്ലുവിളിയാണ്. The sender and receiver may belong to different cultures and respond accordingly. അതായത് രണ്ട് വ്യക്തികൾ രണ്ട് സംസ്കാരത്തിൽപ്പെട്ട ആളുകളാണെന്ന് വെക്കാം. സെൻഡറും റിസീവറും രണ്ട് സംസ്കാരത്തിന്റെ ഉടമകളാണെങ്കിൽ അവരെന്തു ചെയ്യും, വ്യത്യസ്തമായിട്ട് അവർ പ്രതികരിക്കും. അപ്പൊ നമുക്കറിയാം, നമ്മളെ നാട്ടിലെ സംസ്കാരം അനുസരിച്ച് ഒരാളെ കാണുമ്പോൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. അമേരിക്കയിലാണെങ്കിൽ അവർ കാണുമ്പോൾ എന്ത് ചെയ്യും, അവർ ആലിംഗനം ചെയ്യും, അല്ലെ, അവർ ചിലപ്പോൾ കെട്ടിപ്പിടിക്കും. അതുപോലെ തന്നെ അവർ അവരുടേതായ രീതിയിലായിരിക്കും. പക്ഷെ നമുക്ക് മലയാളികൾക്ക് നമ്മുടെ സംസ്കാരം അതല്ല. വെൻ പീപ്പിൾ കമ്മ്യൂണിക്കേറ്റ്, അപ്പൊ എന്താ പറയുന്നത്, ദ സെൻഡർ ആൻഡ് റിസീവർ മേ ബിലോങ് ടു ഡിഫറെന്റ് കൾച്ചേഴ്സ്, റെസ്പോണ്ട് അക്കോർഡിംഗ്ലി. സെൻഡറും റിസീവറും വ്യത്യസ്ത സംസ്കാരത്തിന് ഉടമകളാണെങ്കിൽ അവർ അവരുടെ സംസ്കാരം അനുസരിച്ച് അവരെന്ത് ചെയ്യും, റെസ്പോണ്ട് ചെയ്യും. വാട്ട് ആർ സം ഓഫ് ഓബ്സ്റ്റക്കിൾസ് ദാറ്റ് ക്യാൻ ക്രോപ്പ് അപ്പ്. എത്തരത്തിലുള്ള സംസ്കാരപരമായിട്ടുള്ള വരുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ലാക്ക് ഓഫ് അവയർനെസ്, ശ്രദ്ധ അല്ലെങ്കിൽ ബോധത്തിന്റെ കുറവ്. ലാക്ക് ഓഫ് അവയർനെസ്. Lack of awareness of the other culture can create hindrances to communication. മറ്റു സംസ്കാരങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മ നമ്മളുടെ കമ്മ്യൂണിക്കേഷന്റെ എത്രമാത്രം ഇഫക്റ്റീവ് ആവണം എന്നുള്ളതിന് തടസ്സമായിട്ട് വരാം. വാട്ട് ഈസ് പൊളൈറ്റ് ഇൻ വൺ കൾച്ചർ മേ നോട്ട് ബി സോ ഇൻ അനദർ. ഒരു സംസ്കാരത്തിൽ പൊളൈറ്റ് ആയിരിക്കുന്ന കാര്യം മറ്റൊരു സംസ്കാരത്തിൽ പൊളൈറ്റ് ആവണമെന്നില്ല. അപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇടപെടുമ്പോൾ, ഞാനൊരു മലയാളിയുമായിട്ട് സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം, മലയാളത്തിന്റെ സംസ്കാരത്തിൽ കൊള്ളാവുന്ന രീതിയിൽ ഞാൻ പെരുമാറണം. നെക്സ്റ്റ് ഞാൻ സംസാരിക്കുന്നത് മറ്റൊരു വ്യക്തിയോടാണ്, മറ്റൊരു സംസ്കാരത്തിന് ഉടമയോടാണെങ്കിൽ ആ സംസ്കാരം അറിഞ്ഞുകൊണ്ട് പെരുമാറണം. അപ്പൊ നമ്മൾ ഓരോ സംസ്കാരം വരുമ്പോഴും അതിൻ്റെതായിട്ടുള്ള രീതികളും ആചാരങ്ങളും മര്യാദകളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുമ്പോഴേ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ഫലപ്രദമാവും അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആവും. അടുത്ത ഘടകം എന്ന് പറയുന്നത് സ്റ്റീരിയോടൈപ്സ് ഇൻ ദ മൈൻഡ് ഓഫ് സെൻഡർ ഓർ റിസീവർ അബൌട്ട് അതർ കൾച്ചർ ക്യാൻ ആൾസോ ബിക്കം എ ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ. അതായത് മറ്റു സംസ്കാരത്തെക്കുറിച്ച്, നമ്മുടേതല്ലാത്ത സംസ്കാരത്തെക്കുറിച്ച് റിസീവറുടെയോ അല്ലെങ്കിൽ സെൻഡറുടെയോ മനസ്സിലുള്ള സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുമ്പോൾ തെറ്റായ ചിന്താഗതി. അപ്പൊ നമുക്ക് ചില സംസ്കാരങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അതിലുള്ള ആളുകളെ കുറിച്ച് നമ്മളുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മൾക്കിടയിൽ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്കിടയിൽ ചിലപ്പോൾ ഒരു തെറ്റായ നോഷൻ, ഒരു തെറ്റായ കാഴ്ചപ്പാട് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു ചിന്ത പരന്നിരിക്കാം. പക്ഷെ അത് ഒരുപാട് ആളുകൾക്കിടയിൽ പരന്നു എന്ന് വിചാരിച്ച് അത് ശരിയാവണമെന്നില്ല. അത്തരത്തിൽ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഐഡിയ, ഒരു ആശയത്തെയാണ് നമ്മൾ സ്റ്റീരിയോടൈപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം സ്റ്റീരിയോടൈപ്പുകൾ ഇപ്പോൾ നമ്മൾ എക്സാമ്പിളിൽ നമ്മൾ കരുതാണ്. ഒരു സ്റ്റീരിയോടൈപ്പ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞുതരാം.
നമ്മൾ സാധാരണ ആഫ്രിക്കക്കാരെ കുറിച്ച് നമ്മൾ എന്താ കരുതുക? ഓൾ ആഫ്രിക്കൻസ് ആർ ബ്ലാക്ക്. ഇത് ഒരു സ്റ്റീരിയോ ടൈപ്പാണ്. അത് ശരിയാണോ? ശരിയല്ല. എല്ലാ ആഫ്രിക്കക്കാരും കറുത്തിട്ടല്ല, അല്ലല്ലോ. നമ്മൾ നല്ല വെളുത്തിട്ട് സുന്ദരനായിട്ടുള്ള ഒരു ആഫ്രിക്കക്കാരനെ കണ്ടു. നമ്മൾ അയാളോട് ചോദിക്കുകയാണ്, താങ്കൾ വേർ ആർ യു ഫ്രം, താങ്കൾ എവിടുന്നാണ്? അപ്പൊ അയാൾ നമ്മളോട് തിരിച്ചു പറയാണ്, ഐ ആം ഫ്രം ആഫ്രിക്ക. ചിലപ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. നമ്മൾ പറയും, താങ്കളുടെ നിറം കണ്ട് താങ്കൾ അമേരിക്കക്കാരനോ ബ്രിട്ടീഷുകാരനോ ആണ് നമ്മൾ പറയും. എന്തുകൊണ്ട്? സ്റ്റീരിയോ ടൈപ്പ്. അപ്പൊ ഇത്തരത്തിലുള്ള ചിന്താഗതികൾ സ്പീക്കറുടെയോ അല്ലെങ്കിൽ റിസീവറുടെയോ സെൻഡറുടെയോ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ ഈ സ്റ്റീരിയോ ടൈപ്പ് ആശയവിനിമയത്തിന്റെ ഫലപ്രാപ്തിക്ക് തടസ്സമാകും. There are plenty of cultural stereotypes that exist in our society. ഞാനിപ്പോൾ ഈ പറഞ്ഞത് ചെറിയൊരു എക്സാമ്പിളാണ്. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ നമുക്ക് ഹിന്ദിക്കാരെ കുറിച്ച്, ബംഗാളികളെ കുറിച്ച് ചിലപ്പോൾ നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കും അവരെല്ലാം മോശമാണെന്ന്. ഇപ്പോൾ ഒന്നോ രണ്ടോ ബംഗാളികൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ചില മോശമായ കാര്യങ്ങൾ കാണിക്കുമ്പോൾ എല്ലാവരും അങ്ങനെയാണെന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ ഒരു ചിത്രം സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്കിടയിൽ ഉണ്ടാകുന്നത് അത് സ്റ്റീരിയോ ടൈപ്പാണ്. പക്ഷെ അത് എത്ര കണ്ട ആളുകൾ വിശ്വസിച്ചാലും ശരിയല്ലാത്തൊരു കാര്യം ഒരിക്കലും ശരിയാവില്ല. ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് നിശ്ചയിക്കുന്നത് അത് ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അത് അംഗീകരിക്കുന്ന ആളുകളുടെ എണ്ണം നോക്കിയിട്ടല്ല, ആ കാര്യം ശരിയാണോ എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് സ്റ്റീരിയോ ടൈപ്സ് നമുക്കിടയിലുണ്ട്, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട്. They can prompt sender or receiver to act accordingly. അവ ഈ സ്റ്റീരിയോ ടൈപ്പുകൾ. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരാളെ കാണുമ്പോൾ, ഇപ്പൊ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, മറ്റൊരു സ്റ്റേറ്റോ മറ്റൊരു രാജ്യത്തെയോ ആളുകളെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ഇത്തരം സ്റ്റീരിയോ ടൈപ്പുകൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അത്തരം ആളുകളെ കാണുമ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങോട്ട് ബിഹേവ് ചെയ്യും. അപ്പൊ ആർക്കാണ് അബദ്ധം പറ്റുക? നമുക്കായിരിക്കും അബദ്ധം പറ്റുക. കാരണം നമ്മളെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് സ്റ്റീരിയോ ടൈപ്പാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, സ്റ്റീരിയോ ടൈപ്പ് ഒരിക്കലും എന്തല്ല, ശരിയല്ല. അപ്പൊ ദേ ക്യാൻ പ്രോംപ്റ്റ് ദ സെൻഡർ ഓർ റിസീവർ ടു ആക്ട് അക്കോർഡിംഗ്ലി റാദർ ദാൻ ഫോക്കസ് ഓൺ ദ റിയൽ ടൈം എക്സ്പീരിയൻസ്. അപ്പൊ ഇത്തരം ഒരു സ്റ്റീരിയോ ടൈപ്പ് നമ്മുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ യാഥാർത്ഥ്യം മറക്കും, അല്ലെങ്കിൽ യാഥാർത്ഥ്യം അനുസരിച്ച് പെരുമാറാൻ അല്ലെങ്കിൽ റിയൽ എക്സ്പീരിയൻസ് അനുസരിച്ച് പെരുമാറാൻ പലപ്പോഴും നമ്മൾ മറന്നു പോകും. ചിലപ്പോൾ നമ്മൾ മറന്നു പോവല്ല, നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ പോലും നമ്മൾ മനഃപൂർവ്വം അത് മാറ്റിവെക്കും. അതിൻ്റെ കാരണം ഇത്തരം സ്റ്റീരിയോ ടൈപ്പുകളാണ്. അവ സ്റ്റീരിയോ ടൈപ്പുകൾ പലപ്പോഴും ശരിയായ ആശയവിനിമയത്തിന് തടസ്സമാകുന്നു. അടുത്ത പോയിന്റ് കൾച്ചറൽ ബാരിയർ ആയിട്ട് വരുന്നത് ലാക്ക് ഓഫ് കോമൺ എക്സ്പീരിയൻസ്. ലാക്ക് ഓഫ് കോമൺ എക്സ്പീരിയൻസ്, കോമൺ എക്സ്പീരിയൻസിന്റെ കുറവ്. ഓൾസോ ബി ആൻ ഒബ്സ്റ്റക്കിൾ ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺസ് ബിലോങ്ങിങ് ടു ഡിഫറെന്റ് കൾച്ചേഴ്സ്. അതായത് വ്യത്യസ്ത സംസ്കാരത്തിന് ഉടമകളായിട്ടുള്ള രണ്ടോ അതിലധികമോ ആളുകൾക്കിടയിൽ കോമൺ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ആശയവിനിമയത്തിന് അത് തടസ്സമാവും. അപ്പോൾ പല സംസ്കാരത്തിന് ഉടമകളായിട്ടുള്ള ആളുകൾ, അത്തരം ആളുകൾ അവർക്കിടയിൽ ആശയവിനിമയം ഫലപ്രദമാവണമെങ്കിൽ അവർക്ക് കോമൺ എക്സ്പീരിയൻസ് വേണം. ദോ ദേ ഹാവ് എ കോമൺ ലാംഗ്വേജ് ടു കമ്മ്യൂണിക്കേറ്റ്, ദ കണ്ടന്റ് ടു നീഡ്സ് ടു ബി മ്യൂച്വലി അണ്ടർസ്റ്റുഡ്. അതായത് പല സംസ്കാരത്തിന് ഉടമകളാണ് അല്ലെങ്കിൽ പല രാജ്യത്തുള്ള ആളുകളാണ്, അത്തരം ആളുകളാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം സംസാരിക്കാൻ ഒരു കോമൺ ലാംഗ്വേജ് ഉണ്ട്. ഒരു ഇന്ത്യക്കാരനാണ്, ഒരു ബ്രിട്ടീഷുകാരനാണ്, ഒരു അമേരിക്കക്കാരനാണെന്ന് വെക്കാം. ഇവർക്ക് സംസാരിക്കണമെങ്കിൽ കോമൺ ആയിട്ടൊരു ഭാഷയുണ്ട്. 3 പേർക്കും ഇംഗ്ലീഷ് അറിയാം, പക്ഷെ അത് പോരാ. ഇവരുടെ ആശയവിനിമയം പക്ക ഇഫക്റ്റീവ് ആവണമെങ്കിൽ ഇവർക്കിടയിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണം. എന്താണ് വേണ്ടത്? ഇവർക്കിടയിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഒരു പരസ്പര ധാരണ, ഇവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിയണം.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമൺ എക്സ്പീരിയൻസ്, ഒരു പൊതുവായിട്ടുള്ള എക്സ്പീരിയൻസ് ഇവർക്കിടയിൽ വേണം. അപ്പൊ വെറും ഭാഷ കൊണ്ട് മാത്രം കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. ഭാഷകൾക്കപ്പുറം അല്ലെങ്കിൽ ഭാഷക്കപ്പുറം ഒരു കോമൺ എക്സ്പീരിയൻസ് വേണം. അപ്പൊ ലാക്ക് ഓഫ് കോമൺ എക്സ്പീരിയൻസ് ഇഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനെ തടസ്സപ്പെടുത്തും. ഏഴാമത്തേത് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് ആണ്. ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്, ദോസ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ക്യാൻ occur due to being a part of organization or institute. അതായത് ഇവിടെ ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്ഥാപനത്തിന്റെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമാകുമ്പോഴാണ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് വരുമ്പോൾ. അതായത് നമ്മളൊരു ഓർഗനൈസേഷന്റെ ഭാഗമാകുമ്പോൾ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാകുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ലിമിറ്റ് ഉണ്ട്. അതായത് ആ ഓർഗനൈസേഷൻ പറയുന്ന പോളിസി, ആ ഓർഗനൈസേഷൻ പറയുന്ന റൂൾസ്, ആ ഓർഗനൈസേഷൻ്റെതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ നിന്നേ നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റൂ. അതായത് നമുക്ക് അതിനപ്പുറത്തേക്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനോ വിശദീകരിക്കാനോ കഴിയില്ല. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെതായിട്ടുള്ള പോളിസി, റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ ഒരു സ്ഥാപനത്തിന്റെ ഭാഗമായിട്ടുള്ള, ആ സ്ഥാപനത്തിൻ്റെതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ്, നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും, റൂൾസ് ഉണ്ടായിരിക്കും, പോളിസി, നയങ്ങൾ ഉണ്ടായിരിക്കും. വി ഹാവ് ടു ഫോളോ. നമ്മൾ അതെന്ത് ചെയ്യണം? നമ്മൾ ആ ഓർഗനൈസേഷന്റെ ഭാഗമായത് കൊണ്ട് നമ്മൾ അത് ഫോളോ ചെയ്യണം. അപ്പൊ അത് നമ്മളുടെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കും. അടുത്തത് സ്റ്റാറ്റസ് ആൻഡ് ഹൈറാർക്കി among the persons in the institutions which restrict communication. ആ സ്ഥാപനം, നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മൾ ഏതൊരു ഓർഗനൈസേഷന്റെ ഭാഗമാണോ നമ്മൾ, ആ ഓർഗനൈസേഷനിലെ സ്റ്റാറ്റസും ഹൈറാർക്കിയും, അപ്പൊ ഇതും നമ്മളുടെ കമ്മ്യൂണിക്കേഷന് തടസ്സമാവും. അതായത് ഇത്തരം ഒരു സ്റ്റാറ്റസ് വരുമ്പോൾ ആ സ്റ്റാറ്റസിലെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു ഹൈറാർക്കി ഉണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മളെ താഴെ, ഒരുപാട് താഴെയുള്ളവരോടോ ഒരുപാട് മുകളിലുള്ളവരോടോ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനെന്ത് ചെയ്യും? ഹൈറാർക്കി എന്ന് പറയുമ്പോൾ അതിനൊരു നടപടിക്രമം ഉണ്ടായിരിക്കും. അതിന് അതിൻ്റെതായിട്ടുള്ള രീതികളും റൂൾസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ ഇത്തരം ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് വരുമ്പോൾ അതിൻ്റെ ഹൈറാർക്കിയും സ്റ്റാറ്റസും, അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം വെച്ചേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ. കാരണം അപ്പൊ എനിക്ക് എൻ്റെ നേരെ മുകളിലുള്ള ആളോട് സംസാരിക്കാം, പക്ഷെ എനിക്ക് സംസാരിക്കേണ്ടത് അതിനു മുകളിലുള്ള ആളാണെങ്കിൽ എനിക്ക് കഴിയണ്ടായിരിക്കില്ല. അവിടെ അത് ഹൈറാർക്കി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പദവി സംബന്ധമായിട്ടും സ്റ്റാറ്റസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് തടസ്സമാവും. അടുത്ത ഒരു ഘടകം എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ബാരിയറിൽ അടുത്തത് വരുന്നത് കോംപ്ലക്സിറ്റി ഇൻ ദ സ്ട്രക്ചർ, ഘടനയിലെ സങ്കീർണത. വിച്ച് ക്യാൻ ക്രിയേറ്റ് എലാബറേറ്റ് പ്രൊസീജിയേഴ്സ് വിച്ച് ഹിൻഡർ കമ്മ്യൂണിക്കേഷൻ. എന്തായിക്കോട്ടെ, എന്തൊരു നടപടി രീതിയാണെങ്കിലും അത് എലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതിൻ്റെ പ്രൊസീജിയർ, അതിൻ്റെ കാര്യങ്ങൾ വളരെ നീണ്ടുപോയി കഴിഞ്ഞാൽ അത് ആളുകൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പൊ എന്താ പറയുന്നത്? പ്രൊസീജിയേഴ്സ് എലാബറേറ്റ് ചെയ്യാം. നടപടിക്രമങ്ങള്, ചടങ്ങുകള്, രീതികള് എന്തായിക്കോട്ടെ, ഏതൊരു രീതിയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ശരി, എന്തൊന്നാണെങ്കിലും അത് എലാബറേറ്റ് ചെയ്യും തോറും, ഇപ്പൊ ഒന്നും വേണ്ട, നമ്മൾ ഇംഗ്ലീഷിൽ സെന്റൻസ് എഴുതുകയാണ്, ആ സെന്റൻസിന് വലിപ്പം കൂടുന്തോറും അതിൽ വ്യക്തത കുറഞ്ഞു വരും. അടുത്തത് ലാക്ക് ഓഫ് ഫെസിലിറ്റീസ്, സൗകര്യങ്ങളുടെ കുറവ്. ലാക്ക് ഓഫ് ഫെസിലിറ്റീസ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഫെസിലിറ്റീസിന്റെ കുറവ്. അതായത് നമ്മൾ ഏത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ശരി, അതിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ആവശ്യമായ സാധനങ്ങളുണ്ട്, സാധന സാമഗ്രികൾ. ആ സാധന സാമഗ്രികളുടെ കുറവ് കമ്മ്യൂണിക്കേഷനെ ബാധിക്കും. ഇനി എട്ടാമത്തേത് ജെൻഡർ ബാരിയേഴ്സ് ആണ്. ജെൻഡർ എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീ പുരുഷ വ്യത്യാസം.
ഇതും ഒരു തടസ്സം തന്നെയാണ്. അതായത് സ്ത്രീക്കും പുരുഷനും അവരവരുടേതായ സംസാര ശൈലികളും വാക്കുകളും പ്രയോഗങ്ങളും ഉണ്ട്. അപ്പൊ നോക്കൂ, ആർ ദോസ് obstacles in to communication that can arise due to the gender differences of the sender and receiver. സെൻഡറുടെയും റിസീവറുടെയും ജെൻഡർ ഡിഫറൻസ്, ആൺപെൺ വ്യത്യാസം ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് തടസ്സം സൃഷ്ടിക്കുന്നു. You might have heard that men and women communicate using different styles. നമുക്കറിയാവുന്ന കാര്യമാണ്. അതായത് സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വ്യത്യസ്ത തരത്തിലാണ്. Masculine communication is often described as direct, while feminine style gives importance to emotions. ആണുങ്ങളുടെ രീതി, പുരുഷന്മാരുടെ രീതി എന്ന് പറയുന്നത് കാര്യങ്ങള് നേരെ വെട്ടി തുറന്ന് ചൊവ്വേ പറയുന്നത്, ഡയറക്റ്റ് ആയിട്ട്. അതിനെ ഞാൻ ഈ ചൊവ്വേ എന്ന് പറയുന്നത് നേരെ പറയാം. അപ്പൊ ആണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാര്യങ്ങൾ അങ്ങോട്ട് ഓപ്പൺ ആയിട്ട് പറയും. എന്നാൽ സ്ത്രീകൾ അങ്ങനെയല്ല, അവർ ഇമോഷണലി ആണ്. അവർ ഇമോഷൻസിന് വൈകാരികമായിട്ടാണ് അവർ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുക. The way the two genders look at a topic event may also be different. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ജെൻഡറുകളും, അതായത് സ്ത്രീകളും പുരുഷന്മാരും, അവര് ഒരു ടോപ്പിക്കിനെയോ ഒരു സംഭവത്തെയോ നോക്കി കാണുന്നത് ഒരുപോലെ ആയിരിക്കില്ല. ഈ രണ്ടു പേരും ഒരു വിഷയത്തെ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ രണ്ട് തരത്തിലായിരിക്കും നോക്കിക്കാണുന്നത്. അപ്പൊ നമ്മൾ ആണുങ്ങൾ നിന്നിട്ട് സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം? സ്ത്രീകളുടേതായ അവർക്ക് മനസ്സിലാവുന്നതായിട്ടുള്ള ശൈലിയിൽ സംസാരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് അവിടെ ബോധ്യമാവണമെന്നില്ല. അടുത്തത് 9ാമത്തെ ഇമോഷണൽ ബാരിയേഴ്സ് ആണ്. ഇമോഷണൽ ബാരിയേഴ്സ്, വൈകാരികമായിട്ടുള്ള തടസ്സങ്ങൾ. യാതൊരു സംശയവുമില്ല, നമ്മൾ നല്ല വൈകാരികമായിട്ട് നിൽക്കുമ്പോൾ, അത് സന്തോഷമായിക്കോട്ടെ സങ്കടമായിക്കോട്ടെ എന്താണെങ്കിലും ശരി, നമ്മൾ വൈകാരികമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? നമുക്ക് സംസാരിക്കാൻ കഴിയില്ല, അല്ലെ? വാക്കുകൾ കിട്ടൂല, വാക്കുകൾ ഇങ്ങനെ ഇടറും, വാക്കുകൾ മനസ്സിലുണ്ടായിരിക്കും, ഇങ്ങോട്ട് പുറത്തേക്ക് വരില്ല. അപ്പൊ നമുക്ക് എന്താ പറയുന്നത് എന്നുള്ളത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, emotional barriers refers to the entrances to communication that arise due to emotions. വൈകാരിക വിക്ഷോഭങ്ങൾ, ഇത് കാരണമാണ് കമ്മ്യൂണിക്കേഷന് ഇമോഷണൽ ബാരിയേഴ്സ് ഉണ്ടാകുന്നത്. You might have had experiences where you found it hard to put your thoughts into words. നിങ്ങളുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ നിങ്ങളുടെ മനസ്സിനുള്ളിലുള്ള വാക്കുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ ഫീലിങ്സ് വാക്കുകളിലൂടെ പുറത്തേക്ക് പറയാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ നന്നായി സംസാരിക്കുന്നവരായിരിക്കും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നിങ്ങളുടെ തോട്ട്സ് ഇങ്ങോട്ട് പുറത്തേക്ക് വരില്ല. എപ്പോഴാണത്? when you have uncontrolled emotions like fear, sorrow or even happiness. എപ്പോഴാണത്? ചില സമയങ്ങളിൽ നിങ്ങൾക്ക് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഇമോഷൻസ്, ഫിയർ ഭയം, അല്ലെങ്കിൽ സോറോ ദുഃഖം, ഓർ ഈവൻ ഹാപ്പിനെസ്, ഇത് സന്തോഷം പോലും വന്നാൽ സംഭവിക്കും, അല്ലേ? ചിലപ്പോൾ ഭയങ്കരമായ സന്തോഷം കിട്ടി വരുമ്പോൾ പറയാൻ വാക്കിട്ടൂല, ചില ആളുകൾ കരയും, അല്ലേ? അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ വൈകാരിക തള്ളിച്ച കാരണമാണ്. ഇത് നോക്കൂ, ഇറ്റ് ക്യാൻ അഫക്റ്റ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഇത് നമ്മളുടെ, അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ വികാരങ്ങളെ നിയന്ത്രിക്കണം. ഭയങ്കര ദേഷ്യം വരുന്ന സമയത്തും ഒന്നും പറയാൻ പറ്റൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് നിയന്ത്രിച്ചു കഴിഞ്ഞാലേ നമുക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ. Let us look at some of the emotional barriers to communication. കമ്മ്യൂണിക്കേഷന്റെ ഇമോഷണൽ ബാരിയേഴ്സ് ഏതൊക്കെയാ? ഒന്നാമതായിട്ട് നമുക്ക് പറയാം സ്ട്രെസ്, ഭയങ്കര മാനസിക സമ്മർദ്ദം. അതുപോലെ തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ സമീപനം. മറ്റൊന്ന് ലാക്ക് ഓഫ് കോൺഫിഡൻസ്,
ആത്മവിശ്വാസക്കുറവ്. ഇതൊക്കെ എമോഷണൽ ബാരിയേഴ്സിൽ ചിലതാണ്. ഇനി 10ാമത്തേതാണ് മെക്കാനിക്കൽ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ബാരിയേഴ്സ്. മെക്കാനിക്കൽ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ബാരിയേഴ്സ് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിച്ച് റിസൾട്ട് ഫ്രം പ്രോബ്ലംസ് ഇൻ എക്യുപ്മെന്റ് യൂസ്ഡ്. കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പോരായ്മയാണ്. പ്രോബ്ലംസ് ഇൻ എക്യുപ്മെന്റ് യൂസ്ഡ്, ഉപയോഗിക്കുന്ന ഉപകരണം മൂലമുണ്ടാവുന്ന പ്രശ്നങ്ങൾ. വാട്ട് ആർ സം ഓഫ് ദി കോസസ് ദാറ്റ് ക്യാൻ റിസൾട്ട് ഇൻ പ്രോബ്ലംസ് വിത്ത് ഇൻസ്ട്രുമെന്റ്സ്. നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് കാരണം എന്തൊക്കെ രീതിയിൽ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക? 1. പുവർ അറേഞ്ച്മെന്റ്സ് ലൈക്ക് ഔട്ട്ഡേറ്റഡ് മെഷീൻസ് ആൻഡ് ഇക്വിപ്മെന്റ്സ്. വളരെ പഴകിയ മെഷീൻസ്, അതുപോലെ തന്നെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാലഹരണപ്പെട്ട വളരെ പഴയതായിട്ടുള്ള മെഷീൻസും അതുപോലെ തന്നെ ഇക്വിപ്മെന്റ്സും ഉപയോഗിക്കാം. ഇനി വളരെ സിമ്പിൾ എക്സാമ്പിൾ ആണ്. നമ്മൾ മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, ക്യാമറ ആയിക്കോട്ടെ, നമ്മൾ വളരെ പഴയത് ഉപയോഗിക്കുമ്പോൾ അതിന് ക്വാളിറ്റി ഉണ്ടാവില്ല, അതിൻ്റെ പിക്ചർ ക്വാളിറ്റിയും കുറയും, ഓഡിയോ ക്വാളിറ്റിയും കുറയും. 2ാമത്തേത് ബാഡ് ഓഫീസ് ലേഔട്ട് ലൈക്ക് ബാഡ് ലൈറ്റിംഗ്. ഇപ്പോൾ ഒരു സ്റ്റുഡിയോയിലാണെങ്കിൽ നമ്മൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ അതിന് നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമുക്ക് നല്ല ലൈറ്റിംഗ് വേണം, നല്ല സെറ്റപ്പ് വേണം, മറ്റു കാര്യങ്ങളൊക്കെ വേണം. അതുണ്ടെങ്കിൽ അപ്പം അതാണ് പറയുന്നത്, നല്ല ലൈറ്റിങ്ങും ഇല്ല, പുവർ സ്റ്റുഡിയോ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അത് എന്ത് ചെയ്യും? നമ്മളുടെ ഔട്ട്പുട്ടിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഇഫക്റ്റീവ്നെസ് കുറയും. പിന്നെ റോങ് മീഡിയം, നമ്മുടെ മാധ്യമം തെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഏത് മീഡിയമാണ് ഉപയോഗിക്കുന്നത് അതും നന്നായിരിക്കണം. അതുപോലെ തന്നെ ഹൈ കോസ്റ്റ് ഓഫ് ടെക്നോളജി. അടുത്തതായിട്ട് പറയുന്നത് ഹൈ കോസ്റ്റ് ഓഫ് ടെക്നോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടെക്നോളജി, അതായത് നല്ല ചിലവ് കൂടിയ ടെക്നോളജി. അപ്പൊ ഇതൊക്കെയാണ് ഏത് വരുന്നത്? ലാസ്റ്റ്, അതായത് 10ാമത്തേതായി വരുന്ന മെക്കാനിക്കൽ ഓർ ടെക്നോളജിക്കൽ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയുമ്പോൾ ഏതൊക്കെയാ വരുന്നത്? പുവർ അറേഞ്ച്മെന്റ്സ് ലൈക്ക് ഔട്ട്ഡേറ്റഡ് മെഷീൻസ് ആൻഡ് ഇക്വിപ്മെന്റ്സ്, അതുപോലെ തന്നെ ബാഡ് ഓഫീസ് ലേഔട്ട് ലൈക്ക് ബാഡ് ലൈറ്റിംഗ്, റോങ് മീഡിയം, ഹൈ കോസ്റ്റ് ഓഫ് ടെക്നോളജി. അപ്പൊ ഇത്രയാണ് നമുക്ക് ബാരിയേഴ്സ് പറയാനുള്ളത്. അപ്പൊ നമ്മൾ ഇത്രയും യു ഹാവ് നൗ ലേൺഡ് വാട്ട് ദ ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആർ. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ ബാരിയേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനി നമ്മളുടെ നെക്സ്റ്റ് ക്ലാസ് എന്താ? നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ ലെറ്റ് us move on to some tips that will guide you for effective communication. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇന്നലെയും ഇന്നുമായിട്ട് ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള 10 എണ്ണം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പഠിക്കുക. പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഒന്നിച്ചു വരാം, അത് അല്ലെങ്കിൽ ഇടയിൽ നിന്നും ഏതെങ്കിലുമായിട്ട്, ഇപ്പോൾ ഫിസിയോളജിക്കലോ സൈക്കോളജിക്കലോ പെർസെപ്ഷണൽ ബാരിയേഴ്സ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാം, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് വരാം. അത് നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ സാധാരണ പറയുന്ന പോലെ റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അല്ലാതെ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.